അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ കാണാം. ഭയം വേണ്ട, മെതുവാ പോകാം. ഹെയർ ചല്ലായി ട്രക്കിൽ ലിഫ്റ്റ് കിട്ടി എനിക്ക്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ മാമീനെ വിളിക്കാൻ പോയില്ലോ. അപ്പോൾ മാമി പോകണം. അമ്മ അച്ഛൻ്റെ അനിയത്തും ചേച്ചി അപ്പോൾ തിരിച്ചു പോകും. ഞാനാണ് കൊണ്ടാക്കാൻ പോകുന്നത് ഈരോട് വരെ. ചെന്നൈൻ്റെ ടിക്കറ്റാണ്, പക്ഷേ ഈരോട് വരെ ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ ചെന്നൈൻ്റെ ടിക്കറ്റ് എടുത്ത് ഈരോട് പോയി ഇറങ്ങുക. അവിടെ കൊണ്ടാക്കി മാമി വണ്ടി കയറിയിട്ട് പറയാം എല്ലാ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഫ്രണ്ട് ഇരിക്കട്ടാ. അത് ശരി, നീ ഒരു കാര്യം മടിയിലിരി, ഞാൻ അവിടെ ഇരിക്കാം. പിന്നെന്ത് എല്ലാം എടുത്തു. അപ്പോൾ ഏതെങ്കിലും ഹോട്ടലിലാണ് പോകുന്നത്. തമ്മാനൂർ റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്ന് 3 മണിക്ക് ട്രെയിനുണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ കാണാം. റെയിൽവേ സ്റ്റേഷൻ എത്തിയുള്ളൂ. ഇനി അകത്തേക്കാറ് 3 മണിക്ക്. ഇപ്പോൾ 2 മണി ആയതുള്ളൂ. അത് കുഴപ്പമില്ല, 3 ബാഗ് വരും. അയ്യോ എന്തൊരു വെയിറ്റ് ഈ ബാഗിന്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നേരിപ്പോ നീ ഓക്കെ ജാം. അയ്യോ വെയിറ്റാ, ഞാൻ വേർക്കും ഇപ്പോൾ. അപ്പോൾ നോക്കാം അല്ലേ. അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 3 നമ്മുടെ ട്രെയിൻ. അപ്പോൾ 1 മണിക്കൂറുണ്ട്. പയ്യപ്പോ അല്ലേ. ഉപ്പോ മെതുവാ പോക, ടൈം ഇருக்கு. ഭയം വേണ്ട, മെതുവാ പോക. എനിക്ക് ചെറിയൊരു കൺഫ്യൂഷനാണ്. ഞാൻ ഇവിടെ എത്തിയ ഞാൻ പോകുന്ന ട്രെയിനിൻ്റെ പേര് എന്ന് വെച്ചാൽ MGR ചെന്നൈ മെയിൽ സെൻട്രലാണ്. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വെച്ചാൽ കോയമ്പത്തൂർ ടു MGR സെൻട്രൽ മെയിൽ, പിന്നെ തിരുവനന്തപുരം. അത് തിരിച്ചാണോ അതെങ്ങനെ എനിക്ക് മനസ്സിലാവില്ല. പിന്നെ ട്രെയിനിൻ്റെ ടിക്കറ്റ് നമ്പർ ആണെങ്കിൽ ട്രെയിനിൻ്റെ ടിക്കറ്റ് നമ്പറല്ല, ട്രെയിൻ നമ്പർ ആണെങ്കിൽ 12624 ആണ്. അപ്പോൾ അവിടെ എഴുതിക്കുന്നത്, അതിൻ്റെ മുകളിൽ എഴുതിക്കുന്നത് 12623. ഇത് തന്നെയാണോ നജിക്കുക കുച്ച് പ്രൊബ്ലം നോക്കാം. അപ്പോൾ കൺഫേം ആയി ഇത് തന്നെ. അതാണ് എനിക്ക് ഡൗട്ട് അടിച്ചത്. ഇത് തന്നെ 50 ആണ് എൻ്റെ. ഇതാ ഇവിടെയാണ് നമ്മളുടെ. അയ്യോ എന്തൊരു ചൂടറേ ഇത്. തുറക്കടാ. ജനൽ തുറ. ശരിക്കും ചൂടാ. കണ്ട ഇവിടെ ശരിക്കും എന്തൊരു കാണാനല്ലേ. എനിക്കല്ലേ ഫീൽ ആവണം. സഹിക്കാൻ പറ്റാത്ത ചൂടാ ഇവിടെ. സഹിക്കാൻ പറ്റില്ല ഇവിടെ ചൂട്. ഇത്രയ്ക്ക് ഹീറ്റാണ് ഇവിടെ. ഞാൻ മുമ്പ് AC ലാപ്പിക്കൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് അത്ര ഇല്ലായിരുന്നു ഇവിടെ. ഇത്ര ചൂട് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കക്കൂസ്. ഇതിവിടുത്തെ ടോയ്ലറ്റാണ്. തമിഴിലുള്ള சொல்லணுமா? തമിഴിലുള്ള சொல்லு. இந்த சேனலை சப்ஸ்கிரைப் பண்ணுங்க, லைக் பண்ணுங்க, ஷேர் பண்ணுங்க. ദാറ്റ്സ് ഓൾ. അപ്പോൾ ശരി, നമ്മൾ വെള്ളം വാങ്ങാൻ വന്നതാ. ഞാൻ ഈരോട് എത്തി. ഇപ്പോൾ അവിടെ വെയിറ്റിംഗ് ആണ്. ഞാൻ ഈരോട്. അപ്പോൾ മാമി മാത്രം ചെന്നൈ വരെ പോകണം. ചെന്നൈ പോறீங்களா? വിട്ടു പോവത് എൻ്റെ ഉടയ മറ്റുമേ വിട്ടു ഇടക്കാറ് ഹെയർ ചല്ലായി. മാമി പോയിട്ടങ്ങ എന്നെ തോന്നുന്നത് ഫീലിംഗ് സാഡ്. മാമി പോയിട്ടങ്ങ എന്നെ തോന്നുന്നത് ഒന്നുമില്ലെന്ന്. മാമി ഇപ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? അപ്പോൾ മാമി പറയുന്നത് ഒന്നും ഫീൽ ആവരുതെന്ന്. നമുക്കിപ്പോൾ അല്ലേ. അപ്പോൾ നമുക്കിവിടെ നിന്ന് മാമിനെ ചണ്ഡീഗഡ് പോകുന്ന ട്രെയിനുണ്ട്. അവിടെ അതിൽ കയറ്റി വിടണം. അപ്പോൾ നമുക്ക് 3 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ നമുക്ക് നോക്കണം ഏത് പ്ലാറ്റ്ഫോമിലാണ് മറ്റു ട്രെയിൻ പറഞ്ഞതെന്ന്. ഞാൻ 6 മണിക്കാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഒത്തിരി ലേറ്റായിട്ട് പോകാൻ കുഴപ്പമില്ല. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 3 പോലീസ് ഓഫീസർ വരുമെന്ന് പറഞ്ഞേക്കണം. പക്ഷെ ഉറപ്പില്ല. ട്രെയിൻ വരേണ്ട 1/2 മണിക്കൂർ മുമ്പേ അനൗൺസ്മെൻറ്റ് ചെയ്യും ഏത് പ്ലാറ്റ്ഫോം നമ്പറിലാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കത് കേട്ടുകൊണ്ട് വന്ന് ഇരിക്കാം. അപ്പോൾ നമ്മൾ ഈ തൽക്കാലം ഇവിടെ വന്ന് ഇരിക്കുകയാണ്. AC അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ M1 ആണെന്ന് തോന്നുന്നു. M1 ആണ്. അപ്പോൾ അത് എങ്ങോട്ടായിരിക്കും? എഞ്ചിൻ കഴിഞ്ഞിട്ടാണ് സ്ലീപ്പർ, അത് എഞ്ചിൻ കഴിഞ്ഞിട്ടാണോ AC പറയുന്നത് അറിയാൻ പറ്റൂല അപ്പാർട്ട്മെൻറ്റിൽ. അതൊന്നും നമുക്കിപ്പോൾ വെയിറ്റ് ചെയ്യണം. സമയം എത്രയായി? 1:30. 3 മണിക്കാണ് ട്രെയിൻ പറഞ്ഞത്. നോക്കാം. എന്തൊരു മടിയെന്നറിയാം ട്രെയിനിലൊക്കെ കയറാൻ. ഇല്ലെങ്കിൽ ത്രൂ ആയിരിക്കണം. ഫോർ ആൻ എക്സാമ്പിൾ, നമ്മളിപ്പോൾ കേരളയിൽ നിന്ന് പഞ്ചാബ് പോകുകയാണെങ്കിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പഞ്ചാബ് വരെ ആയിരിക്കണം ഒരു ട്രെയിൻ.
അല്ല അത് അവിടെ നിന്ന് കയറുക, ഈറോഡ് ഇറങ്ങിയിട്ട് ഈറോഡ് നിന്ന് പഞ്ചാബിൽ നിന്ന് വല്ല ട്രെയിൻ പിടിക്കണം. ഇതൊക്കെ മെനക്കേട് കാര്യമാണ്. We are waiting for a train. வண்டி எண் 165227 யஷ்வந்த்பூர் கண்ணூர் எக்ஸ்பிரஸ் via திருப்பூர் கோயம்புத்தூர் பால்மேடை 2 இன்னும் சற்று நேரத்தில் வந்து சேரும். Your attention please. Train number 1 പിന്നെ ഒരു ചായ എടുത്ത കോഫി 27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് via തിരുപ്പൂർ കോയമ്പത്തൂർ 652 എത്ര? ലളിത ലക്ഷ്മി കടാക്ഷ 30. തുർക്കുൾ ബിസ്ക്കറ്റ് വേണേ. പക്ഷേ നമുക്ക് അവൾ ഹൈഡ് ആൻഡ് സീക്ക് കഴിക്കുമായിരുന്നു ബിസ്ക്കറ്റ്. വേറെ ബിസ്ക്കറ്റൊന്നും കഴിക്കാറില്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഹൈഡ് ആൻഡ് സീക്ക് ഉണ്ട് ചേട്ടാ? ഹൈഡ് ആൻഡ് സീക്ക് ഉണ്ടോ? ഗുഡ് നീ ഹൈഡ് ആൻഡ് സീക്ക് ഇല്ലേ? ഹാജി മറ്റേ ഇല്ല ഇല്ലേ അവിടെ ഹൈഡ് ആൻഡ് സീക്ക് ഇല്ലെന്ന്. ഞാൻ എൻ്റെ ഗുഡ് ഡേ വേണം ചോദിക്കട്ടെ. ഹൈഡ് ആൻഡ് സീക്ക് നോട്ട് അവൈലബിൾ ചെയ്യാം. ഓൺലി ഗുഡ് ഡേ ആൻഡ് ഡാർക്ക് ഫാൻറ്റസി അവൈലബിൾ ചെയ്യാം. ഡാർക്ക് മൂന്നോട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും ഇന്ന് ആയിക്കൊണ്ടിരിക്കുകയാണ്. നോട്ട് വെയിറ്റർ. ഓക്കെ ഡാർക്ക് ആൻഡ് ഫാൻറ്റസി. ചേട്ടാ ഇത് എത്രയായിരുന്നു? 40. താങ്ക് യു. ട്രെയിൻ എത്തി. പക്ഷെ നമ്മൾ വെയിറ്റിംഗാ. നമ്മുടെ ഏത് അപ്പാർട്ട്മെൻ്റ് ആണെന്ന് S2 ആയി പോയി. നമ്മുടെ M1 അല്ലേ? നമ്മുടെ M1 ആണ്. ഇത് S1. ബി ആണെന്ന് പറഞ്ഞാൽ M1 എന്ന് പറഞ്ഞു. ഇത് ബി ആയിരുന്നു. ബി കഴിഞ്ഞ് ഇനി M3. നമുക്ക് ഓടേണ്ടി വന്നില്ല. കാര്യം എന്ന് വെച്ചാൽ M2 ഇവിടെ ആയിപ്പോയി, M1 അവിടെ അടുത്ത്. എവിടുന്ന് കയറാം? സ്ലൈഡ്. ഓ സോ ഡാർക്ക്. 50 60 ഇത് ലൈറ്റ് ഓൺ ചെയ്യുന്ന എവിടെ? അപ്പോൾ ശരി സുഖമായിട്ട്. അത് നമ്മൾ ട്രിവാൻഡ്രം നിന്ന് ഈറോഡ് വരെ വന്നപ്പോൾ അത് സ്ലീപ്പറായിരുന്നു. ശരിക്കും ചുരി ദേശി ഇത് കുഴപ്പമില്ല. ഈറോഡ് 6 മണിക്കാണ് പറഞ്ഞത്. കണ്ടോ എൻ്റെ ട്രെയിൻ ഈറോഡ് 6 മണിക്കാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് 6 മണി വരെ നിന്നേ പറ്റും. സമയം 2:53 ആയി. അപ്പോൾ पिलो आई, बेडशीट आई, कम्बल एല്ലാം आई. तो सबके हिसाब के अनुसार एक सीट पे एक को बिठा कर रखा है. एक मत दिन സാറേ सबको एक എല്ലാവർക്കും ഓരോ ബെഡ്ഷീറ്റ് ഇങ്ങനെയാണ്. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് എടുക്കാൻ പറ്റില്ല. എക്സ്ട്രാ ആയിട്ട് എടുക്കാൻ പറ്റിയായിരിക്കും. അവനെ ചെറുതായിട്ട് ഷോപ്പ് ഇട്ടാൽ മതി. അവൻ എടുത്തു തരും. सुनिस बाय लाइट को बंद करना. ओके लो गाइस. അപ്പോൾ അവരും പോയിട്ട് 6 മണിക്കാണ് ട്രെയിനിങ്. ഇവിടെ 3 മണിക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇരുന്ന് ബോറടിക്കും എനിക്ക്. ഞാൻ കറങ്ങാം പുറത്ത്. രാത്രി 3 മണിക്കൊന്നും ഇല്ല ഇവിടെ. രാത്രി 3 മണിക്ക് എന്തിനാ ഇവിടെ? എന്തായാലും ചുമ്മാ പുറത്ത് പോയി കറങ്ങിയിട്ട് വരാം ഈ റോഡിൽ. പിന്നെ പറയാൻ പറഞ്ഞു അവിടെ നിന്ന് എക്സിറ്റ് ഉണ്ടല്ലോ. അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കിയപ്പോൾ ഒരു TT ആണെങ്കിൽ എൻ്റെ അടുത്തൊന്ന് ചോദിച്ച് എവിടെ പോകണമെന്ന്. അപ്പോൾ ഞാൻ പുറത്ത് പോകണമെന്ന്. അപ്പോൾ ട്രെയിൻ കാണിക്കും. അപ്പം ട്രെയിൻ എടുത്ത് കാണിക്കുമ്പോൾ എനിക്കുള്ള ട്രെയിൻ വെച്ചാൽ 6 മണിക്കാണ്. അപ്പോൾ എൻ്റെ അടുത്ത് നീ ഇപ്പോൾ നീ എന്ത് നേരത്തെ ഇപ്പോൾ വന്നേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു മാമീനെയൊക്കെ കൊണ്ടാക്കാൻ വന്നേന്ന്. അപ്പോൾ അവർ വിശ്വസിച്ചില്ല. അപ്പോൾ ഞാൻ എടുത്ത് ട്രെയിനിൻ്റെ ടിക്കറ്റ് കാണിച്ച് എന്നെ കാണുമ്പോൾ അത്ര കല്ല ലക്ഷണം ഉണ്ടാകും. എന്നെ കാണുമ്പോൾ കല്ല് ലക്ഷണം ഉണ്ടാകും. തേങ്ങ ഇല്ല. ചുമ്മാ പോയിട്ട് സമയമാണ്. മര്യാദയായിട്ട് പോയി അവിടെ വന്നിരിക്കാം. പ്ലാറ്റ്ഫോമിൽ പോയിട്ട് എന്തെങ്കിലും കസരി പിടിച്ചിരിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെ. walking and still we are walking. പിന്നെ ഇവിടെ വന്നിരിക്കുക. അവസാനം വന്നു ട്രെയിൻ. ഇപ്പോൾ വന്നു. അപ്പോൾ നമ്മൾ ട്രെയിനിലെത്തിയിട്ടുണ്ട്. ഇനി നേരെ ട്രിവാൻഡ്രം. വൈകിട്ട് 6 മണിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നോക്കാമല്ലേ. ട്രിവാൻഡ്രം പോയി കാണാം. തമ്മൂരിലെത്തി ബസ്സിൽ കയറി. ഇനി നേരെ വീട്ടിലോട്ടാണ് പോകാം. KSRTC ബസ്സിലാണ്, ഇലക്ട്രിക് ബസ്സിൽ. ട്രക്കിൽ ലിഫ്റ്റ് കിട്ടി എനിക്ക്. ട്രക്കിൽ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ഗായ്സ്. ഞാൻ വീട്ടിലെത്തി. ഇനി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് വീഡിയോ. അപ്പോൾ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കോമെൻറ്റ് അടിക്കണം. ബൈ.